ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തില് 1-ഉം 2-ഉം തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുക. ഹെബ്രായർ 11, 1-ഉം 2-ഉം തിരുവചനങ്ങൾ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. എന്താണ് വിശ്വാസം എന്നതിൻ്റെ മനോഹരമായ ഉത്തരം ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം വചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുകയാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. നമുക്കറിയാം, നമ്മൾ മറ്റൊരു ലോകത്ത് കണ്ണുവെച്ച് യാത്ര ചെയ്യുന്നവരാ. എന്തെങ്കിലും തകർച്ചകളും വേദനയും വരുമ്പം നമ്മൾ പറയുന്ന വാക്ക് ദൈവം അറിയുന്നുണ്ടല്ലോ, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. നമുക്കൊരു വിശ്വാസമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിരീശ്വരവാദിയും വിശ്വസിക്കുന്നുണ്ട്. അവൻ വിശ്വസിക്കുന്നത് ദൈവം ഇല്ല എന്നുള്ള തത്വത്തിൽ അവൻ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ദൈവം ഉണ്ട് എന്ന തത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിശ്വാസമുണ്ട്. ഏതെങ്കിലും ഒരു വിശ്വാസമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കുക സാധ്യമല്ല. ദൈവവിശ്വാസത്തിൽ വേരുപാകിയ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഒരു ചേട്ടൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ജോസഫ് അച്ഛ, ബൈബിളിനകത്ത് നുണ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്നാ അച്ചായ അങ്ങനെ ചോദിച്ചത്? ഉടനെ പറഞ്ഞു, അല്ല അച്ഛ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാ അച്ഛാ ഒത്തുപോകുന്നത്? ന്യായമായ സംശയം. ചാകാത്ത പുഴു എങ്ങനെയാ കെടാത്ത തീക്കകത്ത് കിടക്കുന്നത്? അപ്പൊ ഇത് കള്ളമല്ലേ? ഞാൻ പറഞ്ഞു, അച്ചായ, വേദപുസ്തകത്തിലെ മുഴുവൻ വിശ്വാസയോഗ്യവും ചരിത്ര സത്യവുമാണ്. ഓരോന്നും അതതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ തീരും. ജെറുസലേമിനോട് ചേർന്ന് ഒരു മുഴുത്ത കൊക്കയുണ്ടായിരുന്നു, ഗേഹന്ന താഴ്വര. അനാഥപ്രേതങ്ങൾ വഴി കിടക്കുമ്പം കാലെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ആ കൊക്കയിലേക്ക് ഇടും. 2 നാൾ കഴിയുമ്പോൾ മുഴുത്ത പുഴു അതിനകത്തുനിന്നും മെറിച്ച് പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ പെട്രോൾ പോലെ മണ്ണെണ്ണ പോലെ ഒരു ദ്രാവകം ഒഴിച്ച് തീ കത്തിക്കും. അപ്പോൾ ആൾക്കാർ ചാകാത്ത പുഴുവിനെയും കണ്ട് പരിചയമുണ്ട്, കെടാത്ത തീയെയും കണ്ട് പരിചയമുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊണ്ട് നരകത്തിന്റെ ഭീകരത പഠിപ്പിക്കുവാൻ ക്രിസ്തു അരുളി ചെയ്തു. നരകം ഗേഹന്ന താഴ്വര പോലെയാണ്, അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. ഒരച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പം പറഞ്ഞു, നരകത്തിൽ കരച്ചിലും പല്ലുകടിയായിരിക്കും. ഇത് കേട്ടപാടെ ഏറ്റവും മുമ്പിലിരുന്ന 80 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചി ഒരൊറ്റ ചിരി. അച്ഛൻ ചോദിച്ചു, അമ്മച്ചി എന്നാ ചിരിക്കുന്നത്? ഉടനെ പറഞ്ഞു, അതിനെനിക്ക് കടിക്കാൻ പല്ലില്ലല്ലോ. അതായത് അമ്മച്ചിയുടെ എളുപ്പചിന്ത. അപ്പൊ പിന്നെ അവിടെ 24 മണിക്കൂറും കരച്ചിലും ഞൊണച്ചിലും ആയിരിക്കും അവിടെ നടക്കുക. അപ്പം വേദപുസ്തകത്തിൽ പറയുന്നതെല്ലാം വിശ്വാസയോഗ്യമാണ്. എന്തെല്ലാം പറയുന്നുണ്ടോ ചരിത്രത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നവംബർ മാസത്തില് ശാലോം TV-യുടെ ലേബലിൽ ഒരു ഗ്രൂപ്പിനെ വിശുദ്ധ നാട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കൂടെ 95 പേരുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഓരോന്നോരോന്നായിട്ട് കണ്ടു. വെളുപ്പിനെ 1:30 സീനായി മല കയറാൻ തുടങ്ങി. കയറി ചെന്നപ്പം 5 മണിയായി. പകൽവട്ടത്തെങ്ങാനും സീനായി മല കണ്ടിരുന്നെങ്കിൽ ഞാൻ ജീവൻ പോയാൽ ആ മല കയറുകയില്ലായിരുന്നു. കഷ്ടപ്പെട്ടങ്ങ് കയറിപ്പോയി. പിന്നെ ഇറങ്ങിപ്പോരാതിരിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു എന്ന് മാത്രം. സഖേവൂസ് യേശുവിനെ കാത്തിരുന്ന മരത്തിന്റെ ചോട്ടിൽ പോയി ഞാനും അവരോടൊപ്പം നിന്നു. മറുരൂപത്തിന്റെ രൂപാന്തരീകരണത്തിന് മലയിൽ കയറി ചെറിയ ധ്യാനപ്രസംഗം നടത്തി. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങളെ ഗലീലി തടാകത്തിൽ കാറ്റും കോളുമുള്ള സമയത്ത് ബോട്ടയിലിരുന്ന് അച്ഛനൊന്ന് ധ്യാനിപ്പിക്കണം. എല്ലാവരെയും കൂടെ ബോട്ടയിൽ കയറ്റിയിരുത്തി ധ്യാനിപ്പിച്ചു. ആൾക്കാർ പ്രസംഗം കേട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചിരുന്നപ്പം ബോട്ട് ഓടിക്കുന്ന യഹൂദനായ ഡ്രൈവർക്ക് തോന്നി ഞാൻ എന്തോ തമാശ പറഞ്ഞതുപോലെ. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഇത്രയും പേര് ഒരുമിച്ചായതുകൊണ്ട് ഈ തുകയ്ക്ക് ബോട്ട് കിട്ടി. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് ഗലീലി തടാകം അക്കരെ ഇക്കരെ കടക്കണമെങ്കിൽ ഓരോ പ്രാവശ്യവും കടക്കാൻ $10 ചെലവ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന അങ്കമാലിക്കാരനായ ഒരു അച്ചായൻ പറഞ്ഞു, എൻ്റെ യോസഫച്ച, വെറുതെയല്ല ഈശോ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാമെന്ന് വെച്ചത്. ഇത്രയും വലിയ തുകയാണെങ്കിൽ എങ്ങനെ ഓരോ റൗണ്ട് അക്കരെ ഇക്കരെ കടക്കാൻ പറ്റും? അപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ചരിത്രപരമായ സത്യമാണ്. ചരിത്രപരമായ സത്യം.
അപ്പോൾ നമ്മൾ വിശ്വസിക്കുക എന്നാ പറയുക. ആ ചരിത്ര സത്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു. ലോകം വിളിക്കുന്നത്, മനുഷ്യരെ വിളിക്കുന്നത്, വേർക്കാതെ ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നവനെ വിളിക്കുന്ന വാക്ക് ഭാഗ്യവാൻ, അത് കിട്ടുന്നവളെ വിളിക്കുന്ന വാക്ക് ഭാഗ്യവതി. വേർക്കാതെ കഷ്ടപ്പെടാതെ വലിയ നേട്ടം വരുമ്പോൾ അതിന് വിളിക്കുന്ന വാക്ക് ഭാഗ്യവാൻ, ഭാഗ്യവതി, ഭാഗ്യം. പക്ഷേ സുവിശേഷത്തിലെ ഭാഗ്യം ആരുടെ ഭാഗ്യമാണ്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഏലീശ പുണ്യവതി മറിയത്തെ നോക്കി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഉത്യതനായ യേശു യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യത്തിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. നമുക്കൊക്കെ അറിയാം, സാധാരണ ജീവിതത്തിൽ കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്തതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു കപ്പൂച്ചൻ അച്ഛൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. വേറെ ഒന്നും കാണുന്നില്ല നിങ്ങൾ. പക്ഷെ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. വലതുവശത്ത് പരിശുദ്ധ കന്യാമറിയുണ്ട്, ഇടതുവശത്ത് യോസേപ്പ് പിതാവുണ്ട്, മുകളിൽ കാവൽമാലാഹമാരുണ്ട്, മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മീയ സാന്നിധ്യം ഇവിടെയുണ്ട്. റേഡിയോ ഓൺ ചെയ്തു വെച്ചാൽ റേഡിയോ പാട്ട് കേൾക്കാം, ടി വി ഓൺ ചെയ്താൽ സീരിയൽ കാണാം. ടി വി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീരിയൽ കാണുന്നില്ല, റേഡിയോ ഇല്ലാത്തതുകൊണ്ട് പാട്ട് കേൾക്കുന്നില്ല. പക്ഷെ ഇവിടെ റേഡിയോ തരംഗങ്ങളുണ്ട്, ടി വി തരംഗങ്ങളുണ്ട്, നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ തരംഗങ്ങൾ എത്രയധികമായിട്ട് ഇവിടെയുണ്ട്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശ്വസിക്കണം. നമ്മൾ സാധാരണ കാണുന്നത് രാവിലെ 8 മണിക്ക് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് 5 മണിക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കാണാത്തവരിലെ സത്യം, സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. സൂര്യൻ അവിടെ കത്തി ജ്വലിക്കുന്നു, ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ കറക്കം നമ്മളെങ്ങാനും കാണാൻ പോയാൽ തല കറങ്ങി നമ്മളും താഴെ വീഴും. അതുകൊണ്ട് അത് ദൈവം കാണിച്ചു തരുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ഈ പള്ളിയുടെ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു കാർബൺ ഡൈ ഓക്സൈഡായി നമ്മൾ മരിക്കാം. മരിക്കാത്തതിന്റെ കാരണം നമ്മൾ കാണാത്ത ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. തെങ്ങിന്റെ ഓല, വാഴയുടെ ഇല, വൃക്ഷത്തിന്റെ ചില്ലകൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റുന്ന ഫോട്ടോസിന്തസിസ്. നമ്മളത് കാണുന്നില്ല. കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് ഉറപ്പുവാ നമ്മുടെ ജീവിതത്തിൽ. കാണപ്പെടാത്ത ലോകമുണ്ട്. നമ്മൾ 2 ലോകങ്ങളിൽ ജീവിക്കുന്നവരാ. ഒന്ന് ഈ സ്ഥൂല ശരീരത്തിന്റെ നശ്വരമായ ലോകം, 2 സൂക്ഷ്മ ശരീരത്തിന്റെ അനശ്വരമായ ലോകം. നമ്മൾ 2 ശരീരങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവരാ. സ്ഥൂല ശരീരത്തിന് കൊടുക്കും 8 മണിക്ക് കാപ്പി, 1 മണിക്ക് ഊണ്, 4 മണിക്ക് ചായ, രാത്രി 9 മണിക്ക് അത്താഴം. സൂക്ഷ്മ ശരീരത്തിന് ഭക്ഷണം കൊടുക്കും എൻ്റെ കുമ്പസാരം, ഞാൻ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, ഞാൻ ചൊല്ലുന്ന കൊന്ത, ഞാൻ നടത്തുന്ന വിശുദ്ധ, ഞാൻ വായിക്കുന്ന വേദപുസ്തകം. അത് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭക്ഷണമാണ്. ഈ 2 ശരീരങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. 1 കൊറിന്ത്യർ 15-ാം അധ്യായത്തിൽ. വിതയ്ക്കുന്നത് വിത്ത്, മുളയ്ക്കുന്നത് ചെടി. വിതയ്ക്കുന്നത് നശ്വര ശരീരം, ഉയർത്തുന്നത് അനശ്വര ശരീരം. അപ്പൊ ഇത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പുറത്തൊരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും മരിക്കും. ഈ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ ഒരു ദിവസം കാലിൽ ഷൂസ് ഇട്ട്, തലയിൽ മുടി വെച്ച്, മൂക്കിൽ പഞ്ഞി വെച്ച്, കയ്യിൽ കുരിശുരൂപം പിടിച്ച് യാത്രയാവും, ഉറപ്പാ. പക്ഷെ എപ്പോഴാന്നറിയത്തില്ല. മരിക്കുമെന്ന് ഉറപ്പ്, ദൈവം അത് കാണിച്ചു തരികയില്ല. കാരണം മരിക്കുന്ന സമയം നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ രസമില്ല. ദൈവം കാണിച്ചു തരിക, മോനെ നാളെ രാവിലെ 11:35 നിന്റെ അന്ത്യം എന്ന് പറഞ്ഞ് ഞാൻ തിരിയാനും മറിയാനും കിടന്ന് ഉരുളാനും നെടുവിൽപ്പെടാനും തുടങ്ങും. അതോടെ ജീവിതത്തിന്റെ ത്രില്ലങ്ങ് പോയി, ജീവിക്കാനുള്ള ആ ചുണയങ്ങ് പോയി. ദൈവം കാണിച്ചു തരികയില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഈസ്റ്ററിന് ഒരു മനുഷ്യൻ ദൈവത്തോടൊരു പരാതി പറഞ്ഞു, ദൈവമേ എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. ദൈവം ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 2011 ഈസ്റ്ററിന്റെ അന്നത്തെ പത്രം എന്നെ ഒന്ന് കാണിച്ചു തരണം. ദൈവം പറഞ്ഞു, മുൻകൂട്ടി അങ്ങനെ 1 വർഷം മുമ്പത്തെ പത്രം കാണിക്കുന്ന പരിപാടിയില്ല. ഇവൻ ഒരുപാട് നിർബന്ധിച്ചു. ഇപ്പം ചോദിച്ചു, എന്താ മോനെ എന്നിട്ട് ആഗ്രഹം? ഉടനെ പറഞ്ഞു, ഞാൻ കുറെ ഷെയർ മേടിച്ചിട്ടുണ്ട്. ആ ഷെയർ 2011 ഏപ്രിൽ അവസാനമാകുമ്പം അതിന് തുക കൂടുവോ ഇല്ലയോ എന്നറിയാനാണ്. അതറിഞ്ഞ് പിന്നെയും ഷെയർ മേടിക്കാൻ വേണ്ടിയാ. നിർബന്ധിച്ചപ്പോൾ ദൈവം സമ്മതിച്ചു. അവന് 2011 ഏപ്രിൽ 24 പത്രം ദൈവം കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ മേടിച്ച ഓരോ ഷെയറിനും അന്ന് 3 ഇരട്ടി 4 ഇരട്ടി വില.
സന്തോഷമായിട്ട് അവൻ തുള്ളിച്ചാടി. അങ്ങനെ ത്രില്ലടിച്ച് പത്രം വായിച്ച് ഇങ്ങനെ വരുമ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ ഏറ്റവും പരിചയമുള്ള ഒരു മുഖം നോക്കിയപ്പോൾ അത് അവൻ്റെ തന്നെ മുഖം. അതിന് കീഴെ എഴുതി വെച്ചിരിക്കുന്നു 41ാം ചരമദിനം. അതോടെ ജീവിക്കാനുള്ള താല്പര്യം കുറയും. ഇപ്പം മരിക്കുമെന്ന് ഉറപ്പ്, പക്ഷെ എപ്പോഴാണെന്ന് കാണിച്ചു തരത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും പ്ലാനുമാണ്. നമുക്കറിയാം മരണാനന്തര ജീവിതമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് ശ്വാസം മുട്ടൽ വന്നാൽ നമ്മൾ പട്ടിയെ ആംബുലൻസിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയുടെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കൃത്രിമശ്വാസം കൊടുക്കുമോ? പട്ടിയെ നമ്മൾ പൂട്ടിയിട്ടിട്ട് പറയും, പൊന്നു പട്ടി, അവിടെ കിടന്ന് വലിച്ച് ചത്തോ പട്ടി. അതേസമയം വീട്ടിലെ 80 വയസ്സുള്ള വല്യപ്പന് ശ്വാസം മുട്ടലും അണുപ്പും കിതപ്പും വന്നാൽ നമ്മൾ ജനലും വാതിലും തുറന്നിട്ട് വല്യപ്പനെ കട്ടിലേക്ക് എടുത്തിട്ട് പറയോ, പൊന്നു വല്യപ്പ, അവിടെ കിടന്ന് വലിയപ്പ എന്നും പറഞ്ഞ് ഇട്ടിട്ട് പോകത്തില്ല. ആംബുലൻസ് വിളിച്ച് ICUവിൽ അഡ്മിറ്റ് ചെയ്ത് കൃത്രിമശ്വാസം കൊടുക്കും. നമുക്ക് ഉറപ്പാ 6 അടി പൊക്കമില്ല തപ്പനിലമ്മയിൽ ആകാശമുടയിരുന്ന ഒരാത്മാവുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു.